കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഗൈസ്, വെൽക്കം ടു ടെക് മലയാളം. നമ്മുടെ ഫോണിൽ എളുപ്പത്തിൽ വീഡിയോ ഓഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കിടിലൻ ആപ്പാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ആപ്പിന്റെ പേരാണ് ടിംബർ. സാധാരണയുള്ള ആപ്പുകളെക്കാളും ഈ ആപ്പിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ആപ്പിൽ നമുക്ക് നമ്മുടെ വീഡിയോയും ഓഡിയോയും ജോയിൻ ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. സോ എന്തൊക്കെയാണ് ഈ പുതിയ ഫീച്ചേഴ്സ് എന്നും ഈ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നും നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഓഡിയോയും വീഡിയോയും ഒരേ ആപ്പിൽ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്പാണിത്. പ്രൊഫഷണലി എങ്ങനെയാണ് നമുക്ക് ഈ ആപ്പിൽ എഡിറ്റിംഗ് നടത്താമെന്ന് നോക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ആപ്പാണ് ടിംബർ. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം സെർച്ചിൽ ടിംബർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിതിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. ഇതിൽ ഫസ്റ്റ് ഓഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ആണ്. താഴെ നമുക്ക് കാണാം വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഓഡിയോ എഡിറ്റിംഗ് ഫീച്ചേഴ്സ് എന്നും അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കാണുന്ന ഫീച്ചറാണ് ജോയിൻ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ രണ്ട് ഓഡിയോ ഫയൽസിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആദ്യം നമുക്ക് എങ്ങനെയാണ് ജോയിൻ ഫീച്ചർ എന്ന് നോക്കാം. ജോയിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. ഇതിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ഓഡിയോസ് ആണോ ജോയിൻ ചെയ്യേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ കാണുന്ന ജോയിൻ ചിഹ്നം ക്ലിക്ക് ചെയ്യുക. അടുത്ത ഓഡിയോ ഫീച്ചറാണ് കട്ട്. ഇതിൽ നിന്ന് നമ്മൾ കട്ട് സെലക്ട് ചെയ്യാം. നമ്മുടെ ഫോണിലുള്ള പാട്ടുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാം. ഇതിൽ നിന്ന് കട്ട് ചെയ്യേണ്ട സോങ് സെലക്ട് ചെയ്യാം. നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് കാണാം. ഇവിടെ സെലക്ട് റേഞ്ച് എന്ന ഓപ്ഷൻ കാണാം. അവിടെ എത്ര റേഞ്ച് ആണോ കട്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം എവിടേക്കാണോ കട്ട് ചെയ്ത ഫയൽ സ്റ്റോർ ചെയ്യേണ്ടത് അതിൻ്റെ ലൊക്കേഷൻ കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത പുതിയ ഫയലിൻ്റെ പേര് മാറ്റാവുന്നതാണ്. അതിനുശേഷം മുകളിൽ കാണുന്ന കട്ട് ചിഹ്നം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പുതിയ ഫയൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത ലൊക്കേഷനിൽ സേവ് ആയിട്ടുണ്ടാവും. അടുത്ത ഓഡിയോ ഓപ്ഷനാണ് കൺവേർട്ട്. കൺവേർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂസിക് ലിസ്റ്റ് കാണാം. ഇതിൽ നിന്ന് കൺവേർട്ട് ചെയ്യേണ്ട ഫയൽ സെലക്ട് ചെയ്യുക. ഈ കാണുന്ന ഇൻ്റർഫേസിൽ ഏത് ഫോർമാറ്റിലേക്കാണോ ഇപ്പോഴുള്ള ഓഡിയോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ എവിടേക്കാണോ ഈ ഫയൽ സ്റ്റോർ ചെയ്യേണ്ടത് അത് എക്സ്പോർട്ട് ഓപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് മാറ്റി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം മുകളിൽ കാണുന്ന കൺവേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് കൊടുക്കുക. ഇനി നിങ്ങളുടെ ഓഡിയോയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഒമിറ്റ് ഓപ്ഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. ഒമിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പാട്ടുകളുടെ ലിസ്റ്റ് കാണാം. ഇതിൽ നിന്ന് ഒരു സോങ് സെലക്ട് ചെയ്യാം. നമുക്ക് കാണുന്ന ഇൻ്റർഫേസിൽ ഏത് റേഞ്ച് ആണോ കട്ട് ചെയ്യേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാത്ത ഏരിയ കട്ടായി പോകുന്നതായിരിക്കും. സേവ് ചെയ്യേണ്ട ഫയൽ ഫോൾഡറും ഒപ്പം വേണമെങ്കിൽ പുതിയ ഫയലിൻ്റെ പേരും മാറ്റി കൊടുക്കാം. അതിനുശേഷം മുകളിലുള്ള ഒമിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഓഡിയോ ഫീച്ചറാണ് സ്പ്ലിറ്റ്. സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഓഡിയോ ലിസ്റ്റ് കാണാം. ഇതിൽ നിന്ന് ഒരു സോങ് സെലക്ട് ചെയ്ത് നമുക്ക് ഇപ്പോൾ കാണുന്ന ഇൻ്റർഫേസിൽ ഏത് പോയിന്റിൽ നിന്നാണോ സോങ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ പോയിന്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെലക്ട് ചെയ്ത സോങ് തന്നെ രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഇതിനെ നമുക്ക് രണ്ട് വ്യത്യസ്ത പേരുകളിൽ സേവ് ചെയ്യാം. ലൊക്കേഷൻ കൊടുത്തതിന് ശേഷം മുകളിൽ കാണുന്ന സ്പ്ലിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അടുത്ത ഓഡിയോ ഓപ്ഷനാണ് ബിറ്റ് റേറ്റ്. ബിറ്റ് റേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഓഡിയോ ലിസ്റ്റ് കാണാം. ഇതിൽ നിന്ന് സോങ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. ഇതിൽ ഒറിജിനൽ ബിറ്റ് റേറ്റും ന്യൂ ബിറ്റ് റേറ്റും ഉണ്ടാവും. ന്യൂ ബിറ്റ് റേറ്റ് നമുക്ക് എത്രയാണ് വേണ്ടത് അത് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ലൊക്കേഷനും ഫയൽ നെയിമും കൊടുത്തതിന് ശേഷം മുകളിലുള്ള ബിറ്റ് റേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഓഡിയോൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഈ സ്പീഡ് ഫീച്ചർ ഉപയോഗിക്കാം. സ്പീഡ് ഫീച്ചർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഓഡിയോ ലിസ്റ്റിൽ നിന്ന് ഏത് സോങ്ങിൻ്റെ സ്പീഡാണോ മാറ്റേണ്ടത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡിസ്പ്ലേ ആവുന്ന ഇൻ്റർഫേസിൽ നമുക്ക് സ്പീഡ് മാറ്റാവുന്നതാണ്. എത്രയാണോ സ്പീഡ് വേണ്ടത് ആ റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം ലൊക്കേഷനും ഫയൽ നെയിമും മാറ്റി മുകളിൽ കാണുന്ന സ്പ്ലിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ഇനിയിപ്പോൾ നമുക്കൊരു സോങ് റിവേഴ്സായി കേൾക്കണം എന്നുണ്ടെങ്കിൽ ഈ റിവേഴ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സോങ് സെലക്ട് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് ലൊക്കേഷനും ഫയൽ നെയിമും മാറ്റിയതിന് ശേഷം റിവേഴ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് ഓഡിയോയിലുള്ളത്. ഇനി എന്തൊക്കെയാണ് വീഡിയോയുടെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഓഡിയോ വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം ഫീച്ചേഴ്സ് നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് ജോയിൻ ഫീച്ചർ എന്താണെന്ന് നോക്കാം. ജോയിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. ഇതിൽ പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എവിടെ നിന്നാണോ വീഡിയോ സെലക്ട് ചെയ്യേണ്ടത് അത് കൊടുത്തതിന് ശേഷം ഏതൊക്കെ വീഡിയോ ആണോ നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കൊരു വീഡിയോ പകുതിക്ക് വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കട്ട് ഓപ്ഷൻ ഉപയോഗിക്കാം. കട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ലിസ്റ്റ് കാണാം. ഇതിൽ നിന്ന് വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണുന്ന ഇൻ്റർഫേസിൽ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. ലൊക്കേഷനും ഫയൽ നെയിമും സ്പെസിഫൈ ചെയ്തതിന് ശേഷം കട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സേവ് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഫോമാറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നിന്ന് വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഏത് ഫോമാറ്റിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ AVI ആണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം ലൊക്കേഷനും ഫയൽ നെയിമും കൊടുത്തതിന് ശേഷം കൺവേർട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സേവ് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ ഓഡിയോയിൽ കണ്ടതുപോലെ ഒമിറ്റ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ അതിന് ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. ഒമിറ്റ് ഓപ്ഷൻ എടുത്തതിന് ശേഷം വീഡിയോ സെലക്ട് ചെയ്യാം. അതിനുശേഷം റേഞ്ച് സെലക്ട് ചെയ്യാം. ഇതിൽ സെലക്ട് ആവാത്ത പോർഷൻ ആയിരിക്കും നമ്മളെ വീഡിയോയിൽ നിന്ന് കട്ടാവുക. അതിനുശേഷം ഫയൽ ലൊക്കേഷനും ഫയൽ നെയിമും കൊടുത്തതിന് ശേഷം ഒമിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾക്ക് ഒരു വീഡിയോ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായി കാണണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാം. വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഏത് പോയിന്റിൽ വെച്ചാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ പോയിന്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഫയൽ ലൊക്കേഷൻ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് 2 വീഡിയോ ഫയൽസ് കിട്ടും. അത് രണ്ടിനും വ്യത്യസ്തമായ പേരുകൾ നൽകി നമുക്ക് സ്പ്ലിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 2 ഡിഫറെൻറ്റ് ഫയൽസ് ആയിട്ട് കിട്ടും. നമ്മൾ ഓഡിയോ ഓപ്ഷനിൽ കണ്ടതുപോലെ വീഡിയോയുടെയും സ്പീഡ് നമുക്ക് മാറ്റാം. ഇതിൽ വരുന്ന വേറൊരു ഓപ്ഷനാണ് വീഡിയോ ടു ഓഡിയോ കൺവേർട്ടർ. ഇതിൽ നമുക്ക് നമ്മുടെ വീഡിയോ ഫയലിനെ ഓഡിയോ MP3 ഫയലാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണുന്ന ഇൻ്റർഫേസിൽ ഏത് ഓഡിയോ ഫോമാറ്റിലേക്കാണോ വീഡിയോ കൺവേർട്ട് ആവേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ MP3 ആണ് സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഫയൽ നെയിമും ഫയൽ ലൊക്കേഷനും കൊടുത്തതിന് ശേഷം കൺവേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അത് സേവ് ചെയ്യാം. അടുത്തൊരു ഓപ്ഷനാണ് നമ്മുടെ വീഡിയോയിലെ ഓഡിയോ മ്യൂട്ട് ചെയ്യാൻ. ഇതിനു വേണ്ടി നമുക്ക് ഈ മ്യൂട്ട് ഓപ്ഷൻ ഉപയോഗിക്കാം. മ്യൂട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോ സെലക്ട് ചെയ്യാം. ഫയൽ നെയിമും ഫയൽ ലൊക്കേഷനും കൊടുത്തതിന് ശേഷം മ്യൂട്ട് ക്ലിക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോയുടെ ഒരു ഭാഗം പിക്ചറായി വേണമെന്നുണ്ടെങ്കിൽ അതിനുമുള്ള ഫീച്ചർ ഈ ആപ്പിലുണ്ട്. ഇതിൽ എക്സ്ട്രാക്ട് ഫ്രെയിം സെലക്ട് ചെയ്യാം. വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം പോയിന്റർ ഉപയോഗിച്ച് ഏത് പോയിന്റത്തെ ഫ്രെയിമാണോ സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന ഗാലറി സിമ്പിൾ ക്ലിക്ക് ചെയ്യാം. അത് സേവ് ചെയ്യാം. ഓരോ ഓപ്ഷനും സേവ് ചെയ്ത് കഴിയുമ്പോൾ പുതിയ ഫയൽ ഇപ്പോൾ വ്യൂ ചെയ്യണോ എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. അത് നമുക്ക് ആവശ്യാനുസരണം ചൂസ് ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയുടെ സൈസ് റീസൈസ് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണെന്ന് നോക്കാം. റീസൈസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോ സെലക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് റെസൊല്യൂഷൻ കാണാം. പോയിന്റർ ഉപയോഗിച്ച് റെസൊല്യൂഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഏത് റെസൊല്യൂഷൻ ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഫയൽ നെയിമും ഫയൽ ലൊക്കേഷനും കൊടുത്തതിന് ശേഷം മുകളിൽ കാണുന്ന സിമ്പിൾ ക്ലിക്ക് ചെയ്യാം. അത് സേവ് ചെയ്യാം. നമ്മളെല്ലാവരും ജിഫ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. എങ്കിൽ നമ്മുടെ ഒരു വീഡിയോക്ക് നമുക്ക് ജിഫ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ആപ്പിലുണ്ട്. അതിനായി ക്രിയേറ്റ് ജിഫ് ക്ലിക്ക് ചെയ്യാം. വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഏത് റേഞ്ചാണോ നമുക്ക് ജിഫ് ആക്കേണ്ടത് ആ റേഞ്ച് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് റെസൊല്യൂഷനും ഫ്രെയിം റേറ്റും അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഫയൽ നെയിമും ഫയൽ ലൊക്കേഷനും മാറ്റിയതിന് ശേഷം മുകളിൽ കാണുന്ന സിമ്പിൾ ക്ലിക്ക് ചെയ്യാം. ഫയൽ സേവ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫയൽ വ്യൂ ചെയ്യണമെങ്കിൽ യെസ് കൊടുക്കാം. സോ ഇത്ര അധികം ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഒരൊറ്റ ആപ്പിൽ നിന്ന് കിട്ടുന്നത്. ഇതുപയോഗിച്ച് നമുക്ക് പ്രൊഫഷണൽ എഡിറ്റേഴ്സായി ഓഡിയോയും വീഡിയോയും എല്ലാം എഡിറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ ആപ്പ് തീർച്ചയായും ഇഷ്ടപ്പെടും. സോ എല്ലാവരും ഈ ആപ്പ് ട്രൈ ചെയ്യുക. ഒരു കിഡിലൻ ആപ്പാണ് ടിംബർ എന്ന് പറയുന്നത്. ഞാനിതിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് അടിപൊളി ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഈ ആപ്പ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.
കൂടുതൽ ടെക് ലോകത്തെ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. Till then, bye bye.